പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആറുകളിലും തോടുകളിലും പോളം നിറഞ്ഞ് ജനജീവിതം ദുസ്സഹമാകുമ്പോൾ ഇവിടെ നമ്മുടെ കോട്ടയത്ത് ലക്ഷങ്ങൾ മുടക്കി നിർമ്മിച്ച കുളവാഴ പ്ലാന്റ് കാട് മൂടി നശിച്ചു കിടക്കുന്നു. ഇക്കാര്യം ഇത് നിർമ്മിച്ചവർ പോലും മറന്നുപോയോ എന്നും തോന്നിപ്പോകുന്നു. കുട്ടനാട് പാക്കേജിൽ ഉൾപ്പെടുത്തി കൊടൂരാറിൻ്റെ തീരത്ത്, അതായത് ഇപ്പോഴത്തെ ഇക്കോ ഫ്രണ്ട്ലി പച്ചക്കറി മാർക്കറ്റിന് സമീപം 2012 പ്ലാന്റ് സ്ഥാപിച്ചത്. ഇന്നിപ്പോൾ ഇവിടം കണ്ടാൽ ഒരു ചെറിയ ആമസോൺ ആണോ എന്ന് പോലും തോന്നിപ്പോവും. തെരുവ് നായ്ക്കളുടെ വിശ്രമ കേന്ദ്രമായും അനാശാസ്യ പ്രവർത്തകരുടെ ഇഷ്ട ഇടമായും ഇവിടം അധപതിച്ചു. മെഷീനുകൾ എല്ലാം തന്നെ തുരുമ്പെടുത്ത് നശിച്ചു. കൊടൂരാറ്റിൽ നിറയുന്ന കുളവാഴ സംസ്കരിക്കുകയായിരുന്നു ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. ഇതിൽ നിന്നും കിട്ടുന്ന പൾപ്പിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് മാർക്കറ്റിലെ ലൈറ്റുകൾ കത്തിക്കാനും ലക്ഷ്യമിട്ടിരുന്നു. എന്നാൽ ഉദ്ഘാടനം നടന്ന അന്ന് തന്നെ സമാപനവും നടന്നു എന്നാണ് അവിടെ കണ്ട ചില നാട്ടുകാർ പറഞ്ഞ് അറിഞ്ഞത്. ശരിയോ തെറ്റോ? എന്തായാലും സംഗതി ഇപ്പോൾ പ്രവർത്തനമില്ലാതെ നശിച്ചു കിടക്കുന്നു. 52 ലക്ഷം രൂപയാണ് നഗരസഭ ഇതിനു വേണ്ടി ചെലവഴിച്ചത് എന്നും അറിയുന്നു. നഗരസഭയുടെ അനാസ്ഥ തന്നെയാണ് പ്ലാന്റ് ജീവിതം നശിക്കാൻ ഇടയാക്കിയത് എന്നതല്ലേ സത്യം? അതെ, അനാസ്ഥ തന്നെയാണ്. അത് പ്രത്യേകം പറയേണ്ട കാര്യമേ ഇല്ല. ഇതുപോലെ മറ്റ് പല സ്ഥലങ്ങളിലും ശുചീകരണ പ്ലാന്റുകളിലൂടെ നല്ല രീതിയിൽ ഫലപ്രദമായ രീതിയിൽ ലാഭം കൊയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പലപ്പോഴും വാർത്താ മാധ്യമങ്ങളിലൂടെ അറിഞ്ഞിട്ടുണ്ട്. ഇവിടെ മാലിന്യങ്ങൾ തള്ളുന്ന ഇടമായും കൂടെ മാറുന്നുണ്ട്. അതായത് ഭക്ഷ്യമാലിന്യങ്ങളുണ്ട്, പ്ലാസ്റ്റിക് മാലിന്യങ്ങളുണ്ട്. ഇപ്പോൾ ഈ ശുചിമുറി മാലിന്യം പുറത്തേക്ക് വരുന്നുണ്ടോ എന്ന് പോലും തോന്നിപ്പോകും. ഇവിടുത്തെ വെള്ളത്തിൻ്റെ ഒക്കെ നിറം കണ്ടാൽ കൊതുക് ധാരാളമുണ്ട്. നമ്മുടെ പച്ചക്കറി മാർക്കറ്റിലെ ജീവനക്കാരുടെ ആരോഗ്യത്തെ പോലും അത് സാരമായി ബാധിക്കുന്നുണ്ടോ എന്നാണ് അറിയുന്നത്. കൃത്യമായ ഇടവേളകളിലെ ശുചീകരണം വേണം. ഈ പ്ലാന്റൊക്കെ നന്നാക്കി നമുക്ക് കോട്ടയം ജില്ലയുടെ അല്ലെങ്കിൽ കോട്ടയം നഗരസഭയുടെ ആ ഒരു മുഖച്ഛായ മാറ്റുന്ന രീതിയിലേക്ക് അതൊക്കെ മാറും എന്ന് പ്രത്യാശിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.